Welcome back to online class. At first, what we have discussed in our last class? What? Common factors. Okay. So, അത് നമുക്കൊന്ന് ജസ്റ്റ് റീകാൾ ചെയ്തിട്ട് പോകാം. നമുക്ക് ഓരോ ക്ലാസ്സിലും തൊട്ട് മുമ്പ് ക്ലാസ്സിൽ പഠിച്ച റീകാൾ ചെയ്തിട്ടില്ലേ പോകുന്നത്. സോ ഈ ചാപ്റ്റർ വളരെ തവണ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. സോ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും എളുപ്പമാണെന്ന് തോന്നും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട്സ് പോകാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് തവണ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. സോ നമ്മൾ കോമൺ ഫാക്ടർ എന്നാണ് പഠിച്ചത്. രണ്ട് നമ്പറിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചില്ല. അപ്പോൾ 4, 6 ഫാക്ടേഴ്സ് ആണെന്ന് നമുക്കറിയാലേ. ഫസ്റ്റ് ഫാക്ടർ 1, പിന്നെ ഏതാണ് 2 ടേബിൾ 4 ഉണ്ട് അല്ലേ. 2 1s are 2, 2 2s are 4. അപ്പോൾ 2 is a factor. 3 ഉണ്ടോ? ഇല്ല. 4 ഈവൻ നമ്പർ ആകുമ്പോൾ നമുക്ക് എളുപ്പം നോക്കാം. അടുത്ത 4 മാത്രമേ ഉള്ളൂ. 6ൻ്റെയോ 1 2 3 6. ഇനിയോ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്യില്ലേ. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ റൗണ്ട് ചെയ്യും ഇല്ലേ. എന്നിട്ട് 4ൻ്റെയും 6ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് നമ്മൾ എഴുതും 1. ഇത്രയാണ് നമ്മൾ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മൾ പഠിച്ച മെത്തേഡ് നോക്കാം. മൾട്ടിപ്പിൾ പഠിച്ചു, കോമൺ മൾട്ടിപ്പിൾ പഠിച്ചു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ വന്നത് ഫാക്ടർ പഠിച്ചു, കോമൺ ഫാക്ടർ പഠിച്ചു. അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, നമുക്ക് HCF പഠിക്കാം. സോ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മളെപ്പോഴും ഷോർട്ട് ഫോം ആണ് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM പറഞ്ഞ പോലെ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 or more നമ്പേഴ്സ്, രണ്ടോ അതിൽ കൂടുതലുള്ള നമ്പറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എമംഗ് ദർ ഓൾ കോമൺ ഫാക്ടേഴ്സ്. നമ്മൾ LCM ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. LCM എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 or more നമ്പേഴ്സ് ഈസ് ദ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എമംഗ് ദെയർ കോമൺ മൾട്ടിപ്പിൾസ്. രണ്ടോ അതിൽ 3 നമ്പറുകൾ തരുമ്പോൾ അതായത് കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാരാണോ അയാളുടെ പേരാണ് LCM. ഓക്കെ, ഇനി HCF അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. രണ്ടോ അതിൽ കൂടുതൽ നമ്പറുകളുടെ ഫാക്ടറുകൾ കണ്ടുപിടിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. LCM വഹിക്കുമ്പോൾ ഫാക്ടർ കണ്ടുപിടിക്കരുത്. അതുപോലെ HCF വഹിക്കുമ്പോൾ മൾട്ടിപ്പിളും കണ്ടുപിടിക്കരുത്. LCM MOFL കാണുമെന്നൊക്കെ അറിയാമല്ലോ. LCM ചോദിക്കുമ്പോൾ മൾട്ടിപ്പിൾ, HCF ചോദിക്കുമ്പോൾ ഫാക്ടർ. അപ്പോൾ രണ്ടോ അതിൽ കൂടുതൽ നമ്പറുകളുടെ ഫാക്ടറുകൾ കണ്ടുപിടിക്കുമ്പോൾ ഫാക്ടറുകൾ എഴുതി കോമൺ ഫാക്ടറുകൾ കണ്ടുപിടിക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ആരോ അയാളുടെ പേരാണ് HCF, ഹയസ്റ്റ്. LCMന് ലോവസ്റ്റ് ആയിരുന്നു അല്ലേ. നമുക്ക് ഏതൊരു നമ്പറിൻ്റെ ലോവസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് പറയാൻ പറ്റും. ആരാ? 1 എല്ലാവർക്കും. ഹയസ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. അതുപോലെ LCM മൾട്ടിപ്പിൾ പഠിച്ചപ്പോൾ ഏതൊരു നമ്പറിൻ്റെ ലീസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഹയസ്റ്റ് മൾട്ടിപ്പിൾ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ റൗണ്ട് നമ്മൾ എക്സെട്ര ആയിട്ട് നിർത്തുമല്ലായിരുന്നു. കോമൺ മൾട്ടിപ്പിൾ വരെ എഴുതി കോമൺ മൾട്ടിപ്പിളായി നമ്മൾ എക്സെട്ര ആയിട്ട് നിർത്തിയ ഹയസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ ലോവസ്റ്റ് കണ്ടുപിടിച്ചത്. ഹയസ്റ്റ് കോമൺ ഫാക്ടറിൻ്റെ ഹയസ്റ്റ് കണ്ടുപിടിക്കാൻ കാര്യം എന്താ? ലോവസ്റ്റ് ഫാക്ടർ എല്ലാവർക്കും അറിയാം. ആരാ? എല്ലാ നമ്പറിൻ്റെ ലോവസ്റ്റ് ആരാ? 1. അതുകൊണ്ട് നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് ആവശ്യം. സോ അപ്പോൾ LCM കണ്ടുപിടിച്ചപ്പോൾ എന്താ ചെയ്ത് നമ്മളുടെ നമ്പറുകളുടെ മൾട്ടിപ്പിൾ എഴുതി കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചു. കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ ആളാണ് LCM. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നോ നമ്പറുകളുടെ ഫാക്ടറുകൾ എഴുതും, കോമൺ ഫാക്ടർ എഴുതും. കോമൺ ഫാക്ടറിൽ ഏറ്റവും വലിയ ആളാണ് HCF. നമുക്ക് ഈ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. HCF 6 and 9. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് 6. 1 ഫസ്റ്റ്. അടുത്ത 2. 2 1s are 2, 2 2s are 4, 2 3s are 6. അപ്പോൾ 2 is a factor. 2 ടേബിൾ 6. അടുത്ത 3. 3 1s are 3, 3 2s are 6. 6 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കണോ? അടുത്ത ആര് മാത്രം? 6 മാത്രം. ഫാക്ടേഴ്സ് ഓഫ് 9. അതിൻ്റെ നോക്കാം. ആദ്യത്തെ ആളെ നമുക്കറിയാം 1. അടുത്ത 2. 2 1s are 2, 2 2s are 4, 2 3s are 6, 2 4s are 8, 2 4s are 2 5s are 10. 9 കിട്ടുമോ? ഇല്ല. അപ്പോൾ 2 പോയി. നമുക്കറിയാം, നമ്മൾ ഒരുപാട് എഴുതിയതാണ് ഇതിൻ്റെ എല്ലാം. അടുത്തത് 3. 3 1s are 3, 3 2s are 6, 3 3s are 9. അപ്പോൾ 3 is here. 4. 4 1s are 4, 4 2s are 8, 4 3s are 12. കിട്ടുമോ? ഇല്ല. 5 ഇല്ല. 5 കിട്ടത്തില്ല. 9 വരുമ്പോൾ അറക്കത്തിൽ നമുക്കറിയാം. 5 വരണമെങ്കിൽ നമ്പറുകളുടെ അറ്റത്ത് 0 5 വേണം. 5 1s are 5, 5 2s are 10 ആണ്. 6 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? ഇല്ല. 8 ഉണ്ടോ? ഇല്ല. 9.
common factors of 6 and 9. 6ന്റെ 9ന്റെ common factors നമുക്ക് റൗണ്ട് ചെയ്യാം. 1 ഉണ്ട് 3 ഉണ്ട്. കോമൺ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം 1, 3. ഇത് നമ്മളോട് ചോദിച്ചാൽ HCF ഓഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 6 and 9. അതായത് കോമൺ ഫാക്ടറുകൾ കിട്ടിക്കഴിഞ്ഞു, അതിനകത്ത് ആരാണ് വലുത്? ഏറ്റവും വലുത് ആരാ? കോമൺ ഫാക്ടറുകൾ 2 കോമൺ ഫാക്ടറെ കിട്ടിയുള്ളൂ, അതിൽ ഏറ്റവും വലുത് ആരാണ്? 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3. ഓക്കെ. സോ അപ്പോൾ LCM പഠിക്കുമ്പോൾ ലോവസ്റ്റ് കണ്ടുപിടിക്കും, HCF പഠിക്കുമ്പോൾ ഹയസ്റ്റ് കണ്ടുപിടിക്കും. LCMൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ HCF ഫാക്ടർ. ഓക്കെ, നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ഫൈൻഡ് ദി HCF ഓഫ് 12 and 16. നമുക്ക് 12ന്റെ 16ന്റെ HCF എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് നമ്മുടെ സാധാരണ എന്താ ഫാക്ടേഴ്സ് ഓഫ് 12ന്റെ ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഈസ് 1 ഹിയർ, 2 ഉണ്ടാവും. 1 2 1s are 2, 2 2s are 4, 2 3s are 6, 2 4s are 8, 2 5s are 10, 2 6 are 12. ഓക്കെ, 2 ഉറപ്പാണ്. ഇനി 3 ഉണ്ടോ? ഉണ്ട്. 3 4s are 12 ആണ്. അടുത്ത 4 ഉണ്ടോ? യെസ്. 4 1s are 4, 4 2s are 8, 4 3s are 12. ഇവിടെ 3 4s are 12 വന്നാൽ പിന്നെ 4 3s are 12, 4 ഓട്ടോമാറ്റിക് വരും. അടുത്തത് 5 ഉണ്ടോ? 5 1s are 5, 5 2s are 10, 5 3s are 15 ആണ്. therefore 5 ഇല്ല. അടുത്തത് 6 ഫാക്ടർ ആണോ? 6 1s are 6, 6 2s are 12. സോ 6ന്റെ ടേബിളിൽ 12 കിട്ടിയതുകൊണ്ട് 6 ഫാക്ടറായി. 12 ഒരു ഈവൻ നമ്പർ ആണ്. 12ന്റെ ഹാഫ് ആണ് 6. അതുകൊണ്ട് നമ്മൾ എന്താ അടുത്ത 12 മാത്രം എഴുതാം. ഇത് ഈവൻ നമ്പർ വരുമ്പോൾ ചെയ്യാവുന്ന എളുപ്പം മാർഗമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ജനറലായിട്ട് നമ്മൾ മൊത്തം നോക്കണം. നിങ്ങൾക്ക് എക്സാമിന് ടൈം സ്പെൻഡ് ചെയ്യാതെ ഒരുപാട് സ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള എളുപ്പ വഴിയാണ്. അടുത്ത 16 അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് 16 നോക്കാം. 1 ഏറ്റവും ചെറിയ ഫാക്ടർ 1 നമുക്കറിയാം. 1ന്റെ ടേബിളിൽ എല്ലാവരും ഉണ്ടല്ലോ. അടുത്ത 2ന്റെ ടേബിൾ ഉണ്ടോ? ഉണ്ട്. 2 8s are 16. ഇപ്പോൾ 2ന്റെ ടേബിൾ ഉണ്ട്. 3യുടെ ടേബിൾ കിട്ടുമോ? 16. 3 1s are 3, 3 2s are 6, 3 3s are 9, 3 4s are 12, 3 5s are 15, 3 6 are 18. 16 ആൻസർ കിട്ടിയോ? അപ്പോൾ 3 ഔട്ടായി. അടുത്തത് 4ഓ? യെസ്. 4 1s are 4, 4 2s are 8, 4 3s are 12, 4 4s are 16. therefore 4 is here. അടുത്ത 5 ഉണ്ടോ? 5ന്റെ ടേബിൾ 16 കിട്ടത്തില്ലല്ലേ? 5 3s are 15, 5 4s are 20. അടുത്തത് 6ഓ? 6 1s are 6, 6 2s are 12, 6 3s are 18. അപ്പോൾ 6ഉം പോയി. 7 ഉണ്ടോ? ഇല്ല, കിട്ടത്തില്ല. അടുത്ത 8 ഉണ്ടോ? ഉണ്ട്. 8 1s are 8, 8 2s are 16. അടുത്ത 9 വരുമോ? 9 ഒക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 16 ഒരു ഈവൻ നമ്പറാണ്. 16ന്റെ ഹാഫ് ആണ് 8. അപ്പോൾ ഇനി അടുത്ത ഒരു ഫാക്ടറേ വരുള്ളൂ. ആരാണ്? 16 മാത്രം. ഇത് ഫാക്ടറിന് മാത്രമുള്ളതാണ്. മൾട്ടിപ്പിളൊന്നും നമുക്കൊന്നുമില്ല. മൾട്ടിപ്പിൾ നമുക്ക് എളുപ്പം എഴുതാം. ഇപ്പം നമുക്ക് കുറച്ച് എളുപ്പമില്ല. അവിടെ 8 കഴിഞ്ഞ് 9 10 11 12 13 14 15 ഇത്രയും നമ്പർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വന്നില്ല ഇല്ലേ? കാരണം ഈവൻ നമ്പർ വരുമ്പോൾ നമുക്ക് അത് എളുപ്പമായി. പിന്നെ നമ്മൾ എന്ത് എഴുതണം? കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 and 16. നമുക്ക് കോമൺ ഫാക്ടേഴ്സ് റൗണ്ട് ചെയ്യാം. 1 2 എടുത്തുണ്ട്, 2 ഉണ്ട്. നെക്സ്റ്റ് 3 is not here, 4 no, 6 8 12 no, ഇവരാരുമില്ല. സോ അപ്പം കോമൺ ഫാക്ടേഴ്സ് 1 2 4. നെക്സ്റ്റ് HCF ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ HCF ഓഫ് 12 and 16. സോ HCF മീൻസ് കോമൺ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആരാണ്? 4. സോ നമ്മുടെ ആൻസർ എന്താണ്? 4. ഓക്കെ, സിമ്പിൾ അല്ലേ? LCM പഠിച്ചിട്ടുള്ള LCMന്റെ ആ ഒരു മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ HCF. അവിടെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചാൽ ഇവിടെ ഫാക്ടർ കണ്ടുപിടിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്കിനി 3 നമ്പർ നിർണ്ണയം ചെയ്യാം. സോ 3 നമ്പർ നിർണ്ണയം ചെയ്ത് നോക്കാം. ഓക്കെ, 6 12 1 18. ഫസ്റ്റ് ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് 6. Factors of 6. What are the factors of 6? 1. Next 2,
Yes, 2 ones are 2, 2 twos are 4, 2 threes are 6. Therefore 2 is here. Next 3, 3 twos are 6, 3 is there. 3 is the half of 6. So the next one is 6 only. Like, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈവൻ നമ്പർ വരുമ്പോൾ. Next, factors of 12. First is 1, 2. Yes, 2 6 are 12. Therefore 2 is here. 3 ones are 3, 3 twos are 6, 3 6 are 9, 3 4s are 12. Therefore 3 is there. 3 4s are 12. അപ്പോൾ 4ന്റെ ടേബിളിലാണ് 4 3s are 12. അതുമായി 5 വരുമോ? 5 ones are 5, 5 twos are 10, 5 3s are 15. വരില്ല. അടുത്തത് 6 ones are 6, 6 twos are 12. അതുകൊണ്ട് 6 കിട്ടി. 12ന്റെ ഹാഫ് ആണ് 6. അടുത്തത് 12 മാത്രം. ഓഡ് നമ്പർ വരുമ്പോൾ പറ്റത്തില്ലേ? ഇപ്പം 9ഉം 12ഉം വന്നിരുന്നെങ്കിലോ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ? ഓഡ് നമ്പർ ആണോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം 9ന്റെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? 1 3 9 വരുന്നു. അറിയാലോ, മുമ്പ് നമ്മൾ ആദ്യം ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്തു ഇല്ലേ? 12 എടുക്കുമ്പോൾ നമുക്ക് 1 2 3 4 ഇവിടെ 6 വരുമ്പോൾ നമുക്ക് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അടുത്തത് 12 മാത്രമേ. ഓഡ് നമ്പറിന് നമുക്ക് പറ്റത്തില്ല. ഓഡ് നമ്പർ അല്ലേ? ചില ഓഡ് നമ്പർ നമ്മൾ കണ്ടില്ലേ? ഇപ്പം 7 ആണെങ്കിൽ 1 7 ഉള്ളൂ, 11 ആണെങ്കിൽ 1 11 ഉള്ളൂ. ഇതിനൊക്കെ നമ്മൾ പേര് പഠിക്കും. 2 ഫാക്ടർ മാത്രമുള്ളവരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അവരൊക്കെ ഒരു പേര് നമ്മൾ പഠിക്കുക. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം. അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പകുതി നോക്കി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 80. 1 ഉണ്ട്, 2 ഉണ്ടോ? 1 2 ones are 2, 2 twos are 4, 2 threes are 6, 2 4s are 8, 2 5s are 10, 2 6 are 12, 2 7s are 14, 2 8s are 16, 2 9s are 18. 3 ഉണ്ടോ? ഉണ്ട്, 3 6 are 18. 4 വരുമോ? 4 ones are 4, 4 twos are 8, 4 3s are 12, 4 4s are 16, 4 5s are 20. വരുമോ? ഇല്ല. 5 വരുമോ? ഇല്ല. നമ്പറിൻ്റെ 0യോ 5ഓ 1സിൻ്റെ പ്ലേസിൽ വന്നാൽ മാത്രമേ 5 വരൂ. അടുത്തത് 6 ഉണ്ടോ? ഉണ്ട്, 6 3s are 18. അടുത്തതോ 7 വരുമോ? ഇല്ല. 8ഓ? 8 ones are 8, 8 twos are 16, 8 3s are 24. വരില്ല. അടുത്ത 9ഓ? യെസ്, 9 twos are 18. 18 is an even number. ഇവിടെ നോക്കണം, 18 is an even number. 18ന്റെ ഹാഫ് ആണ് 9. അപ്പോൾ ഇനി അടുത്ത ആര് മാത്രം? 18 ഉണ്ട്. നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്ത് നോക്കും? അല്ലെങ്കിൽ നമുക്ക് ആ 9 കഴിഞ്ഞ് 10 തൊട്ട് 17 വരെയുള്ള നമ്പർ ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയും നമുക്ക് എളുപ്പമായില്ലേ? ഇനി നമുക്ക് എന്ത് എഴുതാം? കോമൺ ഫാക്ടേഴ്സ് ഓഫ് 6 to 180. കോമൺ ഫാക്ടേഴ്സ് റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് 1 ഉണ്ട്, 2 ഉണ്ട് എല്ലായിടത്തും. തോളല്ലോ 3 ഉണ്ടല്ലേ? അടുത്ത സോ നമുക്ക് 3 കിട്ടി. അടുത്ത ആരാ? 6. നെക്സ്റ്റ് 3 ആരുണ്ട്? 6 ഉണ്ട് അല്ലേ? നമുക്ക് എത്ര കോമൺ ഫാക്ടർ കിട്ടി? 4 കോമൺ ഫാക്ടർ. 1 2 3 6. ഇതിൻ്റെ കംപ്ലീറ്റ് വന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല. എന്താ ഈ 6 എന്ന് പറയുമ്പോൾ 12ന്റെ ഫാക്ടറാണ്, അതുപോലെ 6 18ന്റെ ഫാക്ടറാണ് അല്ലേ? ഇതെല്ലാം പരസ്പരം ഫാക്ടേഴ്സ് ആയതുകൊണ്ടാണ് എല്ലാ നമ്പറും എടുത്തത്. അതൊക്കെ പോട്ടെ, നമ്മൾ നോർമലായിട്ട് കണ്ടുപിടിച്ച് നോക്കിയാൽ നമ്മൾ വേറെ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണം. അടുത്തത് എന്താ? HCF ഓഫ് 6 12 and 80. HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ഇത് 4 നമുക്ക് കിട്ടിയ കോമൺ ഫാക്ടർ. അതിനകത്ത് ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ആരാണ്? 6. അപ്പം നമ്മുടെ ആൻസർ ആരാണ്? 6. അപ്പോൾ എത്ര നമ്പർ വന്നാലും നമുക്ക് ചെയ്യാം ഇല്ലേ? ഈ കോമൺ ഫാക്ടർ ഒരെണ്ണം മാത്രം കിട്ടുന്നേക്ക് കണ്ടിട്ട് ഒരു എക്സാമ്പിൾ ചുമ്മാ പെട്ടെന്ന് കാണിച്ചു തരാം. അതിപ്പോൾ വേറൊരു നമ്പർ ചെയ്തത്. അപ്പോൾ 4 23 ആണെന്ന് വെച്ചോ. 4ന്റെ നമുക്കറിയാം 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഈ 23 ആരൊക്കെ ഉണ്ടെന്ന് അറിയാം? 1ഉം 23 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോമൺ ഫാക്ടർ ആരൊക്കെ വരും? ആരേ ഉള്ളൂ കോമൺ ഫാക്ടർ? 1 മാത്രം. അപ്പോൾ ഇവരുടെ HCF എന്തുമായിരിക്കും? 1 തന്നെ. ഒരു കോമൺ ഫാക്ടർ ഉള്ളെങ്കിൽ എന്താ ആൻസർ? എന്താ? 1 തന്നെ. ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യനൊക്കെ വരും. ഈ 2 ഫാക്ടർ മാത്രം കിട്ടുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പേര് നമുക്ക് ഇനി പഠിക്കാം.
അപ്പോൾ ഇതുപോലുള്ള ചില നമ്പറുകൾ തന്നാൽ വളരെ എളുപ്പമായിരിക്കും. ഞാൻ കൂടുതൽ ഈവൻ നമ്പർ തരുന്നു, കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ഈവൻ നമ്പറിൽ നമുക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. 23, 19, 17 ഇതിനൊക്കെ 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നമ്പറുമായിട്ട് കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് HCF വന്നേ വരും. കാരണം എന്താ, കോമൺ ഫാക്ടറായിട്ട് ഒരാളെ ഉള്ള അവിടെ ഉള്ള ആളെ എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 4 എണ്ണം കിട്ടിയപ്പോഴാണ് ഹയസ്റ്റ് നമ്മൾ എടുത്തത്. ഓക്കെ നമുക്ക് എല്ലാ സെക്ഷനും പഠിച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹോംവർക്ക് ആയിരുന്നു പോലെ. Find the HCF of the following. First 5 and 10. 5 and 10 HCF. Second 3 and 9. Third one 3 നമ്പറിൻ്റെ 4, 8 and 16. സോ കൃത്യമായിട്ട് തന്നെ ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും ഫാക്ടറെ കണ്ടുപിടിച്ച്, പക്ഷേ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. സോ എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, ടുഡേ വി ക്യാൻ കൺക്ലൂഡ് അവർ സെക്ഷൻ. വിൽ ബി സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.